അറബ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അക്കരെ ആരംഭിക്കുന്നു. മാസാന്ത്യത്തിൽ ഫോൺ സ്ക്രീനിൽ തെളിയുന്ന സാലറി ഹാസ് ബീൻ ക്രെഡിറ്റഡ് എന്ന സന്ദേശം ഏതൊരു ജീവനക്കാരനും വലിയൊരു ആശ്വാസവും സന്തോഷവുമാണ്. ആഴ്ചകളായുള്ള അധ്വാനത്തിന്റെ ഫലം കൈകളിലെത്തുമ്പോൾ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനും പുതിയ സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കാനും എല്ലാവരും മുൻകൂട്ടി പദ്ധതികൾ തയ്യാറാക്കുന്നു. എന്നാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പണമെത്തുന്ന അതേ സമയത്ത് തന്നെ നിങ്ങളുടെ അധ്വാന ഫലം അപഹരിക്കാൻ വൻ സൈബർ സംഘങ്ങൾ വൻതോതിൽ വലവിരിച്ച് കാത്തിരിപ്പുണ്ടെന്ന യാഥാർത്ഥ്യം പലരും ഓർക്കാറില്ല. ഡിജിറ്റൽ ലോകത്ത് ശമ്പള വിതരണ ദിവസങ്ങളെ തട്ടിപ്പുകാർ തങ്ങളുടെ പ്രധാന വേട്ടക്കാലമായാണ് കാണുന്നത്. അബുദാബി പോലീസ് അടുത്തിടെ പുറപ്പെടുവിച്ച കടുത്ത മുന്നറിയിപ്പ് പ്രവാസികളും നിവാസികളും ഒരുപോലെ അതീവ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. സൈബർ കുറ്റവാളികൾ ആസൂത്രിതമായി ആളുകളെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ വളരെ സങ്കീർണവും ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. വിപണിയിലെ സാധാരണ നിരക്കുകളേക്കാൾ വളരെ കുറഞ്ഞ വാടകയ്ക്ക് മനോഹരമായ വീടുകൾ ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന വ്യാജ റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങളാണ് ഇതിലൊന്ന്. വീടുകൾ അന്വേഷിക്കുന്നവരുടെ ആവശ്യകത മുതലാക്കി വ്യാജ ചിത്രങ്ങളും വ്യാജ പ്രോപ്പർട്ടി രേഖകളും കാണിച്ച് മുൻകൂറായി അഡ്വാൻസ് തുക തട്ടിയെടുക്കാൻ ഇക്കൂട്ടർ മടി കാണിക്കാറില്ല. അതിവേഗത്തിൽ വിസയും റെസിഡൻസി രേഖകളും ശരിയാക്കി നൽകാം എന്ന വ്യാജ വാഗ്ദാനം നൽകി ആളുകളുടെ പണം കവരുന്ന സംഘങ്ങളും സജീവമാണ്. ഇതുകൂടാതെ ഉയർന്ന ശമ്പളവും ആകർഷകമായ ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലും തൊഴിൽ പോർട്ടലുകളിലും വരുന്ന വ്യാജ ജോബ് ഓഫറുകൾ പുതുതായി ജോലി അന്വേഷിക്കുന്നവരെ മാത്രമല്ല, നിലവിൽ ജോലിയിലുള്ളവരെയും മോഹിപ്പിച്ച് വീഴ്ത്തുന്നുണ്ട്. ലേബർ സപ്ലൈ വാഗ്ദാനങ്ങൾ നൽകിയും അനധികൃത ഇൻഷുറൻസ് ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചും തട്ടിപ്പുകാർ ഇരകളെ കണ്ടെത്തുന്നു. വസ്തുക്കളും വിസയും മാത്രമല്ല തട്ടിപ്പുകാരുടെ ആയുധം. വിപണി വിലയേക്കാൾ വളരെ കുറഞ്ഞ നിരക്കിൽ ആഡംബര വാച്ചുകൾ, സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ, അപൂർവ ഇവന്റ് ടിക്കറ്റുകൾ എന്നിവ ലഭ്യമാക്കാമെന്ന് വാഗ്ദാനം ചെയ്തും വ്യാജ വെബ്സൈറ്റുകൾ വഴി ആളുകളെ കബളിപ്പിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം സർക്കാർ സ്ഥാപനങ്ങളുടെയോ പ്രമുഖ ബാങ്കുകളുടെയോ ഔദ്യോഗിക വെബ്സൈറ്റുകളോട് സാമ്യമുള്ള വ്യാജ ലിങ്കുകൾ നിർമ്മിച്ച് ആളുകളുടെ സ്വകാര്യ ഡിജിറ്റൽ വിവരങ്ങൾ ചോർത്തുന്ന രീതികളും വ്യാപകമാണ്. അടുത്തിടെയായി റിമോട്ട് ആക്സസ് ആപ്ലിക്കേഷനുകൾ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന പുതിയ തരം തട്ടിപ്പുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുരക്ഷാ പരിശോധനയ്ക്കെന്നോ അല്ലെങ്കിൽ സാങ്കേതിക സഹായത്തിനെന്നോ വ്യാജേന വിളിച്ച് ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നതിലൂടെ ഉപഭോക്താവിന്റെ ഫോൺ പൂർണ്ണമായും തട്ടിപ്പുകാരുടെ നിയന്ത്രണത്തിലാകുന്നു. തുടർന്ന് ബാങ്കിംഗ് ആപ്പുകളിലേക്ക് കടന്നുകയറി മിനിറ്റുകൾക്കുള്ളിൽ അക്കൗണ്ട് ശൂന്യമാക്കാൻ അവർക്ക് സാധിക്കുന്നു. തട്ടിപ്പുകാർ ശമ്പളം ലഭിക്കുന്ന ദിവസങ്ങളിൽ തന്നെ കൃത്യമായി ലക്ഷ്യമിടുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിൽ കൃത്യമായ ഒരു മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട്. മാസാവസാനം അക്കൗണ്ടിൽ പണമെത്തുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക ഭദ്രതാ ബോധം ആളുകളെ കൂടുതൽ ഉദാരമനസ്കരും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നവരുമാക്കുന്നുണ്ട്. സാമ്പത്തികമായ ആവേശം, ആകർഷകമായ ഓഫറുകൾ, കൈവിട്ടു പോകുമോ എന്ന ഭയം, ഉയർന്ന ലാഭം, പെട്ടെന്ന് നേടാനുള്ള ആഗ്രഹം എന്നിവയെല്ലാം തട്ടിപ്പുകാർ കൃത്യമായി ചൂഷണം ചെയ്യുന്നു. ഇന്ന് തന്നെ ബുക്ക് ചെയ്താൽ 50% കിഴിവ്, അല്ലെങ്കിൽ അവസാനത്തെ കുറച്ച് സീറ്റുകൾ മാത്രം എന്നൊക്കെയുള്ള അടിയന്തര സ്വഭാവമുള്ള സന്ദേശങ്ങൾ കാണുമ്പോൾ ആളുകൾ വേണ്ടത്ര ചിന്തിക്കാതെ പണം അയച്ചു കൊടുക്കുന്നു. ആലോചനയില്ലാതെ എടുക്കുന്ന ഇത്തരം പെട്ടെന്നുള്ള തീരുമാനങ്ങളാണ് പലപ്പോഴും വൻ സാമ്പത്തിക ദുരന്തത്തിൽ കലാശിക്കുന്നത്. ഇത്തരം ഡിജിറ്റൽ ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില പ്രധാന സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കേണ്ടതുണ്ട്. ആദ്യത്തേത്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, നെറ്റ് ബാങ്കിംഗ് പാസ്വേഡുകൾ, വൺ ടൈം പാസ്വേഡുകൾ എന്നിവ ബാങ്ക് ഉദ്യോഗസ്ഥരോ സർക്കാർ പ്രതിനിധികളോ എന്ന് അവകാശപ്പെടുന്ന ആളുകളായാൽ പോലും ആരുമായും പങ്കുവയ്ക്കരുത് എന്നതാണ്. ഒരു ബാങ്കോ അല്ലെങ്കിൽ ഔദ്യോഗിക ഏജൻസിയോ ഫോൺ വഴിയോ സന്ദേശങ്ങൾ വഴിയോ ഇത്തരം സ്വകാര്യ വിവരങ്ങൾ ചോദിക്കാറില്ല. ഇനി ഏതെങ്കിലും സേവനത്തിനോ വസ്തുക്കൾക്കോ പണം നൽകുന്നതിന് മുമ്പ് സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ, ഔദ്യോഗിക വിലാസം, ആധികാരികത എന്നിവ നേരിട്ട് പരിശോധിക്കണം. യാതൊരു ഉറപ്പുമില്ലാത്ത വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മുൻകൂറായി അഡ്വാൻസ് തുക അയച്ചു കൊടുക്കരുത്. അതുപോലെ തന്നെ സർക്കാർ സേവനങ്ങൾക്കും സാമ്പത്തിക ഇടപാടുകൾക്കും എപ്പോഴും ഔദ്യോഗിക ആപ്പുകളും സുരക്ഷിതമായ വെബ്സൈറ്റുകളും മാത്രം ഉപയോഗിക്കുക. അപരിചിതമായ സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ അമർത്തുകയോ അജ്ഞാത സ്രോതസ്സുകളിൽ നിന്നുള്ള റിമോട്ട് ആക്സസ് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യരുത്. തട്ടിപ്പുകൾ തടയുന്നതിനും ഇരകളാക്കപ്പെട്ടവർക്ക് ഉടനടി സഹായം ലഭ്യമാക്കുന്നതിനും അത്യാധുനിക സംവിധാനങ്ങളാണ് UAE സുരക്ഷാ സേന ഒരുക്കിയിരിക്കുന്നത്. സംശയാസ്പദമായ തട്ടിപ്പ് ശ്രമങ്ങളോ ഓൺലൈൻ കുറ്റകൃത്യങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടാൽ താമസക്കാർക്ക് അബുദാബി പോലീസിന്റെ അമാൻ സേവനത്തെ ഉടനടി സമീപിക്കാം. 800-26-26 എന്ന ടോൾ ഫ്രീ നമ്പറിലോ 28-28 എന്ന നമ്പറിലേക്ക് SMS അയച്ചോ ഈ സേവനം പ്രയോജനപ്പെടുത്താം. വിവരം നൽകുന്നയാളുടെ വ്യക്തിവിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കുമെന്നത് അമാൻ സേവനത്തിന്റെ വലിയൊരു സവിശേഷതയാണ്. തക്ക സമയത്ത് നൽകുന്ന ഒരു ചെറിയ സൂചന അല്ലെങ്കിൽ പരാതി വലിയൊരു തട്ടിപ്പ് സംഘത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും മറ്റ് നിരവധി ആളുകളുടെ അധ്വാന ഫലം നഷ്ടപ്പെടാതെ സംരക്ഷിക്കാനും സഹായിക്കും. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച ജീവിതം കൂടുതൽ ലളിതമാക്കിയെങ്കിലും സാമ്പത്തിക സുരക്ഷയ്ക്ക് അത് വലിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ ജാഗ്രതയോടെയുള്ള ഡിജിറ്റൽ ഇടപാടുകൾ മാത്രമാണ് ഏക വഴി.
സന്തോഷകരമായ ശമ്പള ദിനങ്ങൾ കടുത്ത മാനസിക വിഷമങ്ങളിലേക്ക് വഴിവെക്കാതിരിക്കാൻ സുരക്ഷാ മുൻകരുതലുകൾ കൃത്യമായി പാലിക്കുക. ഓൺലൈൻ ലോകത്ത് വരുന്ന ആകർഷകമായ ഓഫറുകൾക്ക് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് എപ്പോഴും ബോധവാനായിരിക്കുക. നയതന്ത്രത്തിന്റെ വഴിയിലൂടെയുള്ള സമാധാന ശ്രമങ്ങൾ പുരോഗമിക്കുമ്പോഴും പശ്ചിമേഷ്യൻ മണ്ണിൽ യുദ്ധത്തിന്റെ തീപ്പൊരികൾ അണയാതെ പുകയുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ പുനരാരംഭിക്കാൻ ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ മധ്യസ്ഥ രാജ്യങ്ങൾ തീവ്ര ശ്രമം നടത്തുന്നതിനിടയിലാണ് മേഖലയെ വീണ്ടും അങ്കലാപ്പിലാക്കിക്കൊണ്ട് തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ വ്യാപക ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. വൻ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ താൽക്കാലികമായൊരു ശാന്തത ദൃശ്യമായെങ്കിലും ഇറാൻ പിന്തുണയുള്ള വിവിധ സായുധ ഗ്രൂപ്പുകൾ വഴിയുള്ള പരോക്ഷ യുദ്ധം കൂടുതൽ കടുക്കുകയാണെന്നാണ് ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നത്. സൗദി അറേബ്യയുടെ എണ്ണ ശുദ്ധീകരണശാലകൾ, യമൻ തീരത്തെ ചെങ്കടൽ കപ്പൽപാതകൾ, വടക്കൻ ഇറാഖിലെ കുർദ് താവളങ്ങൾ എന്നിവയിലേക്ക് ഒരുപോലെ നീണ്ട ആക്രമണ ശ്രമങ്ങൾ പശ്ചിമേഷ്യൻ ഭൂരാഷ്ട്രീയത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിനെയും കിഴക്കൻ പ്രവിശ്യയിലെ സൗദി ആരാംകോയുടെ സുപ്രധാന പെട്രോളിയം സംസ്കരണ ശൃംഖലകളെയും ലക്ഷ്യമിട്ടാണ് ഇറാഖ് അതിർത്തി കടന്ന് ഡ്രോണുകൾ കുതിച്ചെത്തിയത്. മുൻപ് അബ്ഖൈക്ക്, ഖുറൈസ് എണ്ണ സൗകര്യങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് സമാനമായി ലോക എണ്ണ വിപണിയുടെ നട്ടെല്ല് തകർക്കുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യത്തോടെയായിരുന്നു ഈ നീക്കവും. എന്നാൽ സൗദി വ്യോമ പ്രതിരോധ സേനയുടെ സമയോചിതമായ ഇടപെടൽ വഴി ആകാശത്ത് വെച്ച് തന്നെ ഇവ മുഴുവനായും തകർക്കാൻ സാധിച്ചു എന്നതാണ് സത്യം. ഇറാഖി പ്രദേശത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഇറാൻ അനുകൂല സായുധ സംഘങ്ങളാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കൃത്യമായ നിരീക്ഷണവും പ്രതിരോധ സംവിധാനങ്ങളും കാരണം എണ്ണ മേഖലയിൽ വലിയ ഭൗതിക നാശനഷ്ടങ്ങളോ ആഗോള ഇന്ധന വിപണിയിൽ തടസ്സങ്ങളോ സൃഷ്ടിക്കാൻ ആക്രമണകാരികൾക്കായില്ല. ഇതിനെ തുടർന്ന് സൗദി അറേബ്യ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ നയതന്ത്ര മുന്നറിയിപ്പാണ് ഇറാഖ് ഭരണകൂടത്തിന് നൽകിയിട്ടുള്ളത്. സ്വന്തം മണ്ണ് അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുവദിക്കരുതെന്ന് ഇറാഖിനോട് സൗദി ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ പരമാധികാരവും സാമ്പത്തിക ഭദ്രതയും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കാൻ ഏതുതരം തിരിച്ചടിക്കും സൗദിക്ക് അവകാശമുണ്ടെന്ന് വ്യക്തമാക്കിയ മന്ത്രാലയം ഇത്തരം പ്രകോപനങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്നും കൂട്ടിച്ചേർത്തു. സൗദിയെ ലക്ഷ്യമിട്ടിട്ടുള്ള ഡ്രോണുകൾക്ക് പുറമെ പശ്ചിമേഷ്യയുടെ മറ്റതിർത്തികളിലും ഒരേ സമയം സംഘർഷം പടരുകയാണ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിലൂടെ സൗദിയുടെ യാൻബു തുറമുഖത്തേക്ക് ഇന്ധനവുമായി സഞ്ചരിച്ചിരുന്ന എണ്ണക്കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെട്ടു. അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര പാതകളിൽ ഭീതി വിതയ്ക്കുന്ന ഇത്തരം നീക്കങ്ങൾക്കെതിരെ തക്കതായ മറുപടി നൽകുമെന്ന് സൗദി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനിടെ വടക്കൻ ഇറാഖിൽ താവളമടിച്ചിട്ടുള്ള ഇറാൻ വിരുദ്ധ കുർദിഷ് വിമത സംഘങ്ങളുടെ ക്യാമ്പുകൾക്ക് നേരെയും ശക്തമായ ഡ്രോൺ പീരങ്കി ആക്രമണം നടന്നു. ഇതേസമയം തന്നെ അയൽ രാജ്യമായ ജോർദാനും തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയ 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അറിയിച്ചിട്ടുണ്ട്. ഇത് മേഖലയിലുടനീളം ഒരു സമാന്തര യുദ്ധമുന്നണി തുറക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് നിരീക്ഷകർ കരുതുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ പിടിമുറുക്കാൻ ഇറാൻ വീണ്ടും ശ്രമിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. ആവശ്യമായ സുരക്ഷാ അനുമതികളോ മുൻകൂർ വിവരങ്ങളോ ഇല്ലാതെ കടന്നുപോകാൻ ശ്രമിച്ച 6ഓളം അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളെ ഇറാൻ നാവികസേന നിർബന്ധപൂർവ്വം തിരിച്ചയച്ചതായി ഇറാൻ സൈനിക വൃത്തങ്ങൾ അവകാശപ്പെട്ടു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷയും നിയന്ത്രണവും ഉറപ്പാക്കുന്നതിനായി ഇറാനും ഒമാനും തമ്മിൽ ഒന്നിലധികം റൗണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും കടലിടുക്കിലെ ഇറാൻ സൈനിക സാന്നിധ്യം അന്താരാഷ്ട്ര സമൂഹത്തെ വലിയ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. മേഖലയിലെ സുരക്ഷാ ഭീഷണികൾ അനുദിനം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ വ്യോമ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടിരിക്കുകയാണ്. UAE അധിഷ്ഠിത പ്രമുഖ വിമാന കമ്പനികളായ എമിറേറ്റ്സും എയർ അറേബ്യയും കുവൈറ്റ്, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ചില സർവീസുകൾ താൽക്കാലികമായി റദ്ദാക്കുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. വ്യോമാതിർത്തികളിൽ പെട്ടെന്നുണ്ടാകുന്ന ഡ്രോൺ ഭീഷണികളും വ്യോമ പ്രതിരോധ പ്രവർത്തനങ്ങളും കണക്കിലെടുത്താണ് മുൻകൂർ നടപടിയെന്ന നിലയിൽ വിമാന സർവീസുകളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട രാജ്യാന്തര സർവീസുകൾ തടസ്സമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും യാത്രക്കാർ പുറപ്പെടുന്നതിന് മുമ്പ് വിമാന കമ്പനികളുടെ ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ പ്രതിസന്ധി കേവലം സൈനിക തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ആഗോള എണ്ണവിലയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ, അന്താരാഷ്ട്ര ചരക്ക് സേവനങ്ങളുടെ ഇൻഷുറൻസ് നിരക്കുകളിലെ വർധനവ്, ഗൾഫ് മേഖലയിലെ ദശലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികളുടെ സുരക്ഷാ ആശങ്കകൾ എന്നിവയെല്ലാം ഇതിനോടൊപ്പം കൂട്ടിവായിക്കേണ്ടതുണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപിന്റെ ഭരണകൂടം ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾക്ക് താൽക്കാലിക ആശ്വാസം പ്രഖ്യാപിച്ചതും സമാധാന നയതന്ത്രത്തിന് വഴിതുറക്കാനാണെന്നായിരുന്നു വാദം. എന്നാൽ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി വാഷിംഗ്ടണുമായി ചർച്ചകൾക്ക് മുന്നിട്ടിറങ്ങില്ലെന്ന കർശന നിലപാടിലാണ് ടെഹ്റാൻ ഭരണകൂടം.
ഈ ഘട്ടത്തിലാണ് ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ മധ്യസ്ഥ ശ്രമങ്ങളുമായി രംഗത്തുള്ളത്. സമാധാന ചർച്ചകളുടെ മേശപ്പുറത്ത് കൈകോർക്കുമ്പോഴും പുറത്ത് പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് പരമാവധി നയതന്ത്ര മേൽക്കോയ്മ നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പ്രധാന പങ്കാളികൾ. വലിയൊരു നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് പോകാതെ മേഖലയിലെ സംഘർഷത്തിന്റെ തീവ്രത നിലനിർത്തുക എന്ന ഈ സൂക്ഷ്മതന്ത്രം എത്രത്തോളം മുന്നോട്ട് പോകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഒരു ചെറിയ തെറ്റായ കണക്കുകൂട്ടൽ പോലും പശ്ചിമേഷ്യയെ മുഴുവൻ വിഴുങ്ങുന്ന വൻ ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം. ഭൗമ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വിതയ്ക്കപ്പെടുന്ന ഈ അനിശ്ചിതത്വം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തളർത്തുന്നതിന് മുമ്പ് സുസ്ഥിരമായ ഒരു സമാധാന കരാറിലെത്തുക മാത്രമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലുള്ള ഏക വഴി. ഗൾഫ് സ്വപ്നങ്ങളുമായി അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ കാണാനും UAEയുടെ ഭംഗി ആസ്വദിക്കാനും ആയിരക്കണക്കിന് മലയാളികളാണ് ദിവസേന വിസിറ്റ് വിസയിൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പറന്നിറങ്ങുന്നത്. എന്നാൽ UAE ഭരണകൂടം കർശനമാക്കിയ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചും വിസ നിബന്ധനകളെക്കുറിച്ചും കൃത്യമായ ധാരണയില്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷകരമായ യാത്ര വലിയൊരു സാമ്പത്തിക ബാധ്യതയിലും നിയമക്കുരുക്കുകളിലും കലാശിച്ചേക്കാം. രാജ്യത്തെത്തുന്ന ഓരോ സന്ദർശകനും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന വിസ നിയമങ്ങളും അവ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമുക്ക് വിശദമായൊന്ന് പരിശോധിക്കാം. UAEയിലെത്തുന്ന ഒരു വിസിറ്റ് വിസക്കാരൻ ആദ്യമായി ചെയ്തു തീർക്കേണ്ട കാര്യം തങ്ങളുടെ വിസയുടെ കൃത്യമായ കാലാവധി മനസ്സിലാക്കലാണ്. പലപ്പോഴും വിസ എടുത്തു നൽകുന്ന ട്രാവൽ ഏജൻസികൾ നൽകുന്ന വാക്കാലുള്ള വിവരങ്ങളെ മാത്രം ആശ്രയിച്ച് യാത്രക്കാർ വലിയ അമളികളിൽ പെടാറുണ്ട്. വിസ ഇഷ്യൂ ചെയ്ത തീയതി, UAEയിൽ പ്രവേശിച്ച തീയതി, രാജ്യത്ത് തങ്ങാൻ അനുവാദമുള്ള അവസാന ദിനം എന്നിവ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അല്ലെങ്കിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് എന്നിവരുടെ ഔദ്യോഗിക പോർട്ടലുകൾ വഴി പാസ്പോർട്ട് നമ്പരും വിസ നമ്പരും ഉപയോഗിച്ച് ആർക്കും വിസയുടെ കാലാവധി ഓൺലൈനായി പരിശോധിക്കാവുന്നതാണ്. ഏജന്റുമാർ പറയുന്നത് കേട്ട് കാത്തിരിക്കാതെ വിമാനമിറങ്ങിയ ഉടൻ തന്നെ വിസയുടെ വാലിഡിറ്റി പരിശോധിക്കുന്നത് ഭാവിയിലുണ്ടാകുന്ന വലിയ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. അനുവദിക്കപ്പെട്ട കാലാവധിക്കുള്ളിൽ വിസ പുതുക്കുകയോ രാജ്യം വിടുകയോ ചെയ്യാതിരുന്നാൽ വിസ കാലാവധി തീരുന്ന ദിവസത്തിന്റെ അർദ്ധരാത്രി 12 മണി മുതൽ തന്നെ നിയമലംഘനത്തിനുള്ള പിഴ ഈടാക്കാൻ തുടങ്ങും. UAE നിയമപ്രകാരം ഓവർ സ്റ്റേ ചെയ്യുന്ന ഓരോ ദിവസത്തിനും 50 ദിർഹം വീതമാണ് പിഴയായി ഈടാക്കുന്നത്. ഇതോടൊപ്പം സർവീസ് ചാർജുകളും ഔട്ട് പാസ് പ്രോസസ്സിംഗ് ഫീസുകളും വെവ്വേറെ നൽകേണ്ടി വരും. ദിവസങ്ങൾ നീളുന്നതോടെ ഈ പിഴത്തുക സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന സാമ്പത്തിക ബാധ്യതയായി മാറുകയും ചെയ്യും. പിഴ അടച്ചു തീർക്കുന്നതിലും ഗുരുതരമാണ് അബ്സ്കോണ്ടിംഗ് അഥവാ ഹറൂബ് കേസ്. വിസിറ്റ് വിസ നൽകിയ സ്പോൺസർമാർക്കോ ട്രാവൽ ഏജൻസികൾക്കോ സർക്കാരിൽ നിന്ന് വലിയ പിഴ വരാതിരിക്കാൻ വിസ കാലാവധി കഴിഞ്ഞിട്ടും വിവരമില്ലാത്ത യാത്രക്കാർക്കെതിരെ ഇമിഗ്രേഷൻ അബ്സ്കോണ്ടിംഗ് റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അബ്സ്കോണ്ടിംഗ് സ്റ്റാറ്റസ് വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് വിസ പുതുക്കാനോ പുതിയ തൊഴിൽ വിസയിലേക്ക് മാറാനോ സാധിക്കില്ല. അബ്സ്കോണ്ടിംഗ് ക്ലിയറൻസ് ലഭിക്കാതെ UAEയിൽ തുടരുന്നവർ CID പരിശോധനകളിൽ പിടിയിലായാൽ നാട് കടത്തലിലും ഭാവിയിൽ UAEയിലേക്ക് പ്രവേശിക്കുന്നതിൽ നിന്ന് സ്ഥിരമായോ താൽക്കാലികമായോ വിലക്കപ്പെടാനും സാധ്യതയേറെയാണ്. പ്രത്യേകിച്ച് 2025 ജനുവരി 1 മുതൽ വിസ നിയമ ലംഘകർക്കെതിരെ അതീവ കർശന നിലപാടാണ് അതോറിറ്റികൾ സ്വീകരിച്ചു വരുന്നത്. വിസിറ്റ് വിസയിൽ വരുന്ന ഭൂരിഭാഗം ആളുകളും ജോലി അന്വേഷണത്തിനായി എത്തുന്നവരാണ്. UAE നിയമപ്രകാരം വിസിറ്റ് വിസയിൽ വന്ന് കമ്പനികളിൽ അഭിമുഖങ്ങളിൽ പങ്കെടുക്കുന്നതിനോ ജോലി അന്വേഷിക്കുന്നതിനോ യാതൊരുവിധ തടസ്സങ്ങളുമില്ല. എന്നാൽ വിസിറ്റ് വിസയിൽ ഇരുന്നു കൊണ്ട് തൊഴിൽ ചെയ്യുന്നതോ കമ്പനികളിൽ താൽക്കാലികമായി ജോലിയിൽ പ്രവേശിക്കുന്നതോ കർശനമായി വിലക്കിയിട്ടുള്ള കാര്യമാണ്. മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ ലേബർ പരിശോധനകളിൽ വിസിറ്റ് വിസയിൽ ജോലി ചെയ്യുന്നത് പിടിയിലായാൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. അതിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്കും ജോലി നൽകിയ സ്ഥാപനത്തിനും ഒരുപോലെ പിഴ ലഭിക്കും. വ്യക്തിക്ക് 2000 ദിർഹവും സ്ഥാപനത്തിന് 2000 ദിർഹവും ഉൾപ്പെടെ ആകെ 4000 ദിർഹം വരെയാണ് ആദ്യഘട്ടത്തിൽ പിഴ ഈടാക്കുന്നത്. ഇമിഗ്രേഷൻ അല്ലെങ്കിൽ CID പരിശോധനയിലാണ് പിടിക്കപ്പെടുന്നതെങ്കിൽ തടവ് ശിക്ഷയും പിഴയും തുടർന്ന് നാടുകടത്തലും നേരിടേണ്ടി വരും. അതിനാൽ വിസിറ്റ് വിസയിലുള്ളവർ കൃത്യമായ എംപ്ലോയ്മെന്റ് വിസ ലഭിച്ച് അതിൽ വർക്ക് പെർമിറ്റ് സ്റ്റാറ്റസ് മാറിയ ശേഷം മാത്രമേ ജോലിയിൽ പ്രവേശിക്കാവൂ. വിസിറ്റ് വിസയിൽ എത്തുന്നവർക്ക് UAE സർക്കാർ നൽകുന്ന മികച്ചൊരു ആനുകൂല്യമാണ് വിപണിയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ VAT റീഫണ്ട് നേടാനുള്ള സൗകര്യം. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ, വാച്ചുകൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് വില കൂടിയ വസ്തുക്കൾ എന്നിവ വാങ്ങുമ്പോൾ കടകളിൽ വെച്ച് തന്നെ ടൂറിസ്റ്റ് ടാക്സ് റീഫണ്ട് സ്കീം സൗകര്യം ആവശ്യപ്പെടാവുന്നതാണ്. ഇതിനായി നിങ്ങളുടെ പാസ്പോർട്ട് അല്ലെങ്കിൽ വിസ വിവരങ്ങൾ വ്യാപാരിക്ക് കൈമാറേണ്ടതുണ്ട്. വ്യാപാരികൾ ഈ വിവരങ്ങൾ ബില്ലിൽ ഉൾപ്പെടുത്തി സ്കാൻ ചെയ്ത് ഡിജിറ്റൽ ടാക്സ് ടാഗ് നൽകും. നാട്ടിലേക്ക് തിരികെ പോകുമ്പോൾ വിമാനത്താവളങ്ങളിലുള്ള പ്ലാനറ്റ് പേയ്മെന്റ് കൗണ്ടറുകളിലോ സ്വയം പ്രവർത്തിപ്പിക്കാവുന്ന കിയോസ്കുകളിലോ ഈ ബില്ലുകളും വാങ്ങിയ സാധനങ്ങളും കാണിച്ചാൽ നിങ്ങൾ നൽകിയ നികുതി തുകയുടെ ഒരു ഭാഗം ക്രെഡിറ്റ് കാർഡിലോ പണമായോ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. യാത്രയിലുടനീളം ബില്ലുകൾ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് ഇതിന് അത്യന്താപേക്ഷിതമാണ്. പ്രവാസികളുടെയും സന്ദർശകരുടെയും സുരക്ഷയ്ക്കും അച്ചടക്കത്തിനും മുൻഗണന നൽകുന്ന രാജ്യമാണ് UAE. ഇവിടെയുള്ള നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും വിസ വാലിഡിറ്റിയെക്കുറിച്ച് എപ്പോഴും ജാഗ്രത പുലർത്തുകയും ചെയ്താൽ അനാവശ്യ ഭയമില്ലാതെ യാത്രയും താമസവും ആസ്വദിക്കാൻ സാധിക്കും.
കൃത്യമായ വിസ സ്റ്റാറ്റസ് നിലനിർത്തുക, നിയമവിരുദ്ധ ജോലികളിൽ നിന്ന് വിട്ടുനിൽക്കുക, സർക്കാരിൻ്റെ ഔദ്യോഗിക ആപ്പുകളും വാർത്തകളും മാത്രം പിന്തുടരുക എന്നിവയാണ് യുഎഇയിലെത്തുന്ന ഓരോ മലയാളി സന്ദർശകനും പാലിക്കേണ്ട പ്രധാന നിർദ്ദേശങ്ങൾ. ഗൾഫ് നാടുകളിൽ വിയർപ്പൊഴുക്കി സ്വപ്നങ്ങളുടെ വലിയ കോട്ടകൾ കെട്ടിപ്പടുക്കുന്നവരാണ് ഓരോ പ്രവാസിയും. വിശേഷിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുകളിലേക്ക് വിമാനം കയറുന്ന ലക്ഷക്കണക്കിന് മലയാളികൾക്ക് ദുബായിലെയും അബുദാബിയിലെയും ജോലികൾ എക്കാലത്തും വലിയൊരു സുരക്ഷിതത്വമാണ് നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന വാർത്തകളാണ് അവിടെ നിന്നും പുറത്തുവരുന്നത്. പശ്ചിമേഷ്യയിൽ വീണ്ടും ആളിക്കത്തുന്ന യുദ്ധവും സംഘർഷങ്ങളും യുഎഇയുടെ തൊഴിൽ വിപണിയെ സാരമായി ബാധിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനും ഉൾപ്പെടുന്ന വലിയൊരു യുദ്ധസമാന സാഹചര്യം ഗൾഫ് മേഖലയുടെ സാമ്പത്തിക സ്ഥിരതയെ പിടിച്ചുകുലുക്കുമ്പോൾ അതിന് ഏറ്റവും വലിയ ഇരകളാകുന്നത് സാധാരണക്കാരായ പ്രവാസി തൊഴിലാളികളാണ്. സുരക്ഷിതമെന്ന് കരുതിയ പല ജോലികളും ഇന്ന് അനിശ്ചിതത്വത്തിന്റെ വക്കിലാണ്. ഒരു ഭാഗത്ത് ദിനംപ്രതി ഉയരുന്ന ജീവിത ചെലവുകളും മറുഭാഗത്ത് ജോലി നഷ്ടപ്പെടുമോ എന്ന നിരന്തരമായ ഭയവും പ്രവാസികളുടെ ഉറക്കം കെടുത്തുകയാണ്. പശ്ചിമേഷ്യൻ ഭൂഖണ്ഡത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയവും സൈനികവുമായ ഏറ്റുമുട്ടലുകൾ ഒരിക്കലും കേവലം അതിർത്തി തർക്കങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാറില്ല. ആഗോള വിപണിയുടെ സ്ഥിരാകേന്ദ്രമായ ഗൾഫ് മേഖലയിലേക്ക് ഈ യുദ്ധത്തിന്റെ അലയൊലികൾ അതിവേഗമാണ് വ്യാപിക്കുന്നത്. മിസൈൽ ആക്രമണങ്ങളുടെയും അതിർത്തി കടന്നുള്ള സംഘർഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിനോദസഞ്ചാരികൾ തങ്ങളുടെ യാത്രകൾ കൂട്ടത്തോടെ റദ്ദാക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വിമാന സർവീസുകളെയും സുഗമമായ ചരക്കു നീക്കത്തെയും ഈ സംഘർഷങ്ങൾ സാരമായി ബാധിച്ചിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ദുബായിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സാമ്പത്തിക വളർച്ചയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് വിനോദസഞ്ചാരവും വ്യാപാരവുമാണ്. സുരക്ഷാ ഭീഷണികൾ ഉയർന്നതോടെ അന്താരാഷ്ട്ര നിക്ഷേപകരും വിനോദസഞ്ചാരികളും ഗൾഫിലേക്കുള്ള യാത്രകളിൽ നിന്ന് പിന്തിരിഞ്ഞു. ലക്ഷക്കണക്കിന് ഹോട്ടൽ ബുക്കിംഗുകൾ റദ്ദാക്കപ്പെട്ടത് സമ്പദ് വ്യവസ്ഥയിൽ വലിയൊരു വിടവ് സൃഷ്ടിച്ചിരിക്കുന്നു. വിപണിയിലെ പണമൊഴുക്ക് കുറയുകയും വരുമാനം നിലയ്ക്കുകയും ചെയ്തതോടെ കമ്പനികൾ തങ്ങളുടെ പ്രവർത്തന ചെലവ് ചുരുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ഇതിന്റെ നേരിട്ടുള്ള ആഘാതം അനുഭവിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നായി യുഎഇയിൽ എത്തി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസി തൊഴിലാളികളാണ്. പ്രവാസികളുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രമുഖ റിക്രൂട്ടിംഗ് സ്ഥാപനമായ മാൻ പവർ ഗ്രൂപ്പാണ്. യുഎഇയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന 546 പ്രമുഖ സ്വകാര്യ കമ്പനികളിൽ അവർ നടത്തിയ സമഗ്രമായ മാൻ പവർ സർവേയുടെ ഫലങ്ങൾ തികച്ചും നിരാശാജനകമാണ്. സർവേയിൽ പങ്കെടുത്ത കമ്പനികളിൽ 4-1, ഏകദേശം 25% സ്ഥാപനങ്ങളും വരും മാസങ്ങളിൽ തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം വെട്ടിക്കുറയ്ക്കാൻ പദ്ധതിയിടുന്നതായി തുറന്നു സമ്മതിച്ചിരിക്കുന്നു. ഇതിനർത്ഥം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ആയിരക്കണക്കിന് പ്രവാസികൾക്ക് തങ്ങളുടെ ജോലി വൈകാതെ നഷ്ടപ്പെടുമെന്നാണ്. ഇതിനു പുറമെ സർവേയിൽ പങ്കെടുത്ത 3-1 കമ്പനികളും ഈ വർഷം പുതിയതായി ആളുകളെ ജോലിക്ക് എടുക്കേണ്ടതില്ലെന്ന കർശന തീരുമാനത്തിലുമാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ആദ്യമായാണ് യുഎഇയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങൾ ഇത്ര വലിയ തോതിൽ ഇടിയുന്നത്. സംഘർഷം തുടങ്ങിയ ആദ്യ നാളുകളിൽ സ്ഥിതിഗതികൾ പെട്ടെന്ന് ശാന്തമാകുമെന്ന പ്രതീക്ഷയിൽ കുറഞ്ഞ ശമ്പളത്തിലെങ്കിലും ജീവനക്കാരെ നിലനിർത്താൻ കമ്പനികൾ ശ്രമിച്ചിരുന്നുവെങ്കിലും യുദ്ധം മാസങ്ങളോളം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ ജീവനക്കാരെ പിരിച്ചുവിടാൻ കമ്പനികൾ നിർബന്ധിതരാവുകയാണ്. ഒരു സുപ്രഭാതത്തിൽ കമ്പനി അടച്ചുപൂട്ടി ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്നതിന് പകരം വളരെ തന്ത്രപരമായ ലേ ഓഫ് രീതികളാണ് പല യുഎഇ കമ്പനികളും ഇപ്പോൾ പിന്തുടരുന്നത്. വലിയ ശതമാനം കമ്പനികളും നിലവിലെ ജീവനക്കാരുടെ ശമ്പളത്തിൽ 20 മുതൽ 50% വരെ കുറവ് വരുത്തിയിരിക്കുന്നു. പകുതി ശമ്പളത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നത് പ്രവാസികളുടെ സാമ്പത്തിക താളപ്പിഴകൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ബാങ്ക് വായ്പകളും ഉയർന്ന വീട്ടുവാടകയും നാട്ടിലേക്കുള്ള പണമയക്കലുമെല്ലാം പകുതി ശമ്പളത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിന് പുറമെ നിരവധി ആളുകളെ ശമ്പളമില്ലാത്ത അവധിയിൽ, അതായത് അൺപെയ്ഡ് ലീവിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. മാസങ്ങളോളം ജോലിയില്ലാതെയും വരുമാനമില്ലാതെയും കമ്പനിയുടെ താമസ സ്ഥലങ്ങളിൽ കഴിയേണ്ടി വരുന്നത് മാനസികമായും സാമ്പത്തികമായും വലിയൊരു തകർച്ചയാണ് ഉണ്ടാക്കുന്നത്. സ്ഥിതിഗതികൾ അനുകൂലമാകുമ്പോൾ തിരികെ വിളിക്കാമെന്ന വാഗ്ദാനത്തിൽ കമ്പനികൾ ജീവനക്കാരെ സ്റ്റാൻഡ് ബൈ മോഡിൽ നിർത്തിയിരിക്കുകയാണ്. എന്നാൽ സ്വന്തമായി ഭക്ഷണം കണ്ടെത്താനും മറ്റടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിക്കാനും വരുമാനമില്ലാതെ ഇവർ പെടാപ്പാടുപെടുകയാണ്. ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന വെയിലിൽ പുതിയൊരു ജോലി തേടി ദിവസവും കമ്പനികൾ കയറിയിറങ്ങുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വിനോദസഞ്ചാര, ഹോസ്പിറ്റാലിറ്റി മേഖലയെയാണ് ഈ യുദ്ധപ്രതിസന്ധി ഏറ്റവും രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത്. ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ ലക്ഷക്കണക്കിന് വിദേശ തൊഴിലാളികൾ പണിയെടുക്കുന്ന വലിയൊരു തൊഴിൽ മേഖലയാണിത്. 5 സ്റ്റാർ ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള വൻകിട സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വെട്ടിച്ചുരുക്കി. 30 പേർ ജോലി ചെയ്തിരുന്ന പല ഹോട്ടൽ ഷിഫ്റ്റുകളിലും ഇപ്പോൾ വെറും 3-4 പേരെ മാത്രമാണ് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. ബാക്കിയുള്ളവരെ അനിശ്ചിതകാലത്തേക്ക് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ റീറ്റെയിൽ വിപണിയും പ്രത്യേകിച്ച് ലക്ഷറി ഫാഷൻ ബ്രാൻഡുകളുടെ വിൽപ്പനയും വലിയ തോതിൽ ഇടിഞ്ഞു. ഷോപ്പിംഗ് മാളുകളിലെ സെയിൽസ് കിയോസ്കുകളിൽ ജോലി ചെയ്യുന്ന പലരുടെയും കമ്മീഷനുകളും ബോണസുകളും പൂർണ്ണമായും നിർത്തലാക്കി. അവരെ വളരെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളത്തിലേക്ക് മാത്രം ചുരുക്കിയിരിക്കുകയാണ്. ഏവിയേഷൻ, മീഡിയ, ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലും തൊഴിലവസരങ്ങൾ വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. പുതിയ നിക്ഷേപങ്ങൾ വരാത്തതിനാൽ കൺസ്ട്രക്ഷൻ, റിയൽ എസ്റ്റേറ്റ് മേഖലകളും വലിയ ആശങ്കയിലാണ്.
ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവാസികൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും കൃത്യമായ ബോധവാന്മാരായിരിക്കേണ്ടതുണ്ട്. യുഎയിലെ തൊഴിൽ നിയമപ്രകാരം ജീവനക്കാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അവരെ ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിപ്പിക്കുന്നതിനോ ജീവനക്കാരുടെ രേഖാമൂലമുള്ള സമ്മതം, അതായത് റിട്ടേൺ കൺസെന്റ്, കർശനമായും നിർബന്ധമാണ്. യുദ്ധമോ സാമ്പത്തിക മാന്ദ്യമോ കമ്പനിയുടെ വരുമാന നഷ്ടമോ കാരണമാണെങ്കിൽ പോലും ഏകപക്ഷീയമായി ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ കമ്പനികൾക്ക് അധികാരമില്ല. കൃത്യമായ കാരണം ബോധിപ്പിക്കാനും എത്ര നാളത്തേക്കാണ് ശമ്പളം കുറയ്ക്കുന്നതെന്ന് വ്യക്തമാക്കാനും കമ്പനികൾ ബാധ്യസ്ഥരാണ്. എന്നാൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭയം കാരണം ഭൂരിഭാഗം പ്രവാസികളും കമ്പനി നൽകുന്ന രേഖകളിൽ കണ്ണടച്ച് ഒപ്പിട്ട് നൽകുകയാണ് പതിവ്. നിയമപരമായ പരിരക്ഷയുണ്ടെങ്കിൽ പോലും യാഥാർത്ഥ്യത്തിൽ ജോലി നിലനിർത്തുക എന്നത് ജീവൻ മരണ പ്രശ്നമായതിനാൽ പലരും അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ തയ്യാറാകുന്നില്ല എന്നതാണ് സങ്കടകരമായ വസ്തുത. ഗൾഫ് മേഖലയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത്തരം പല വലിയ പ്രതിസന്ധികളെയും അവർ അതിജീവിച്ചിട്ടുണ്ടെന്നത് നമുക്ക് കാണാൻ സാധിക്കും. കോവിഡ് കാലഘട്ടത്തിലും സമാനമായ രീതിയിൽ വിപണിയിൽ തൊഴിൽ നഷ്ടങ്ങളും ശമ്പളം വെട്ടിക്കുറയ്ക്കലുകളും നടന്നിരുന്നുവെങ്കിലും പിന്നീട് വളരെ വേഗത്തിൽ ആ സമ്പദ് വ്യവസ്ഥ പൂർവ്വസ്ഥിതിയിലേക്ക് തിരികെ വന്നിരുന്നു. അന്ന് ശമ്പളം വെട്ടിക്കുറച്ച പല കമ്പനികളും പിന്നീട് പ്രതിസന്ധി മാറിയപ്പോൾ അത് ജീവനക്കാർക്ക് തിരികെ നൽകിയ ചരിത്രവും യുഎയിലുണ്ട്. എന്നാൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങളും വൻ ശക്തികളുടെ ഇടപെടലുകളും എത്രത്തോളം നീണ്ടു നിൽക്കുമെന്നത് പ്രവചിക്കുക അസാധ്യമാണ്. ഈ സാഹചര്യത്തിൽ പ്രവാസികൾ തങ്ങളുടെ സാമ്പത്തിക അച്ചടക്കം കർശനമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അനാവശ്യ ചെലവുകൾ ചുരുക്കിയും വാടക കുറഞ്ഞ താമസ സ്ഥലങ്ങളിലേക്ക് മാറിയും സുരക്ഷിതമായ സമ്പാദ്യശീലങ്ങൾ വളർത്തിയെടുത്തും ഈ ദുഷ്കരമായ കാലഘട്ടത്തെ നേരിടാൻ നാം തയ്യാറെടുക്കണം. കമ്പനികൾ ജോലികൾ വെട്ടിച്ചുരുക്കുമ്പോൾ പുതിയ സാങ്കേതിക വിദ്യകളും തൊഴിൽ നൈപുണ്യങ്ങളും പഠിച്ചെടുത്ത് സ്വന്തം പ്രൊഫൈൽ നിരന്തരം മെച്ചപ്പെടുത്തുന്നത് മറ്റൊരു ജോലി എളുപ്പത്തിൽ കണ്ടെത്താൻ സഹായകരമാകും. ഇരുണ്ട മേഘങ്ങൾ മാറി പശ്ചിമേഷ്യൻ ആകാശം വീണ്ടും തെളിയുമെന്നും പ്രവാസികളുടെ ജീവിതത്തിൽ കൂടുതൽ സുരക്ഷിതമായ ഒരു തൊഴിൽ സാഹചര്യം വൈകാതെ മടങ്ങി വരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ആ ഒരു നല്ല നാളേക്കായി കരുതലോടെയും കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടെയും കാത്തിരിക്കുക എന്നത് മാത്രമാണ് നിലവിൽ പ്രവാസി സമൂഹത്തിന് മുന്നിലുള്ള ഏക പോംവഴി. യുഎയിലുടനീളം കടുത്ത വേനൽച്ചൂട് പാരമ്യത്തിൽ നിൽക്കുന്ന സമയമാണിത്. അബുദാബിയിലെയും ദുബായിലെയും നഗരവീഥികളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു നിൽക്കുമ്പോൾ അന്തരീക്ഷത്തിൽ കനത്ത ഈർപ്പവും വെയിലുമാണ് പടർന്നു പന്തലിച്ചു നിൽക്കുന്നത്. എന്നാൽ അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം രാജ്യത്തിന്റെ കിഴക്കൻ അതിർത്തി പ്രദേശമായ മസാഫിയിൽ സംഭവിച്ചത് തികച്ചും വിപരീതമായ ഒന്നായിരുന്നു. കരിമ്പാറകൾ നിറഞ്ഞ പർവ്വത നിരകൾക്ക് മുകളിൽ പെട്ടെന്ന് കറുത്തിരുണ്ട മേഘങ്ങൾ തടിച്ചുകൂടുകയും തുടർന്ന് കനത്ത മഴയ്ക്കൊപ്പം വലിയ ആലിപ്പഴ വർഷമുണ്ടാവുകയും ചെയ്തു. ചുട്ടുപൊള്ളുന്ന മരുഭൂമിക്കരികിൽ വെച്ച് ആലിപ്പഴങ്ങൾ പെട്ടെന്ന് ഭൂമിയിൽ പതിക്കുന്നത് കണ്ട നാട്ടുകാർക്കും യാത്രക്കാർക്കും അത് അത്ഭുതകരമായ അനുഭവമായി മാറി. കിഴക്കൻ എമിറേറ്റുകളായ ഫിജേറയുടെയും റാസൽ ഖൈമയുടെയും അതിർത്തി ഗ്രാമമായ മസാഫിയിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ഈ പ്രതിഭാസം. ഷാർജയിലെ അൽദൈദ്, സുഹൈല, അതുപോലെ ഗോർഫക്കാൻ പ്രദേശങ്ങളിലും ഇതോടൊപ്പം കനത്ത മഴയും കാറ്റും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വറ്റിവരണ്ട് കിടന്നിരുന്ന വാദികൾ അഥവാ മഴവെള്ളപ്പാച്ചിലിന്റെ ചാലുകൾ മിനിറ്റുകൾക്കുള്ളിൽ കവിഞ്ഞൊഴുകി. എന്തുകൊണ്ടാണ് രാജ്യത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടുത്ത ചൂട് തുടരുമ്പോൾ കിഴക്കൻ പർവ്വത മേഖലകളിൽ മാത്രം ഇത്തരത്തിൽ പെട്ടെന്ന് മഴയും ആലിപ്പഴ വർഷവും ഉണ്ടാകുന്നത്? ഇതിന് പിന്നിലുള്ള അന്തരീക്ഷ ശാസ്ത്രവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. യുഎയുടെ കിഴക്കൻ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന കൂറ്റൻ ഹജാർ പർവ്വതനിരകൾ രാജ്യത്തിന്റെ പൊതുവായ മരുഭൂ കാലാവസ്ഥയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു മൈക്രോ ക്ലൈമറ്റ് അഥവാ പ്രാദേശിക അന്തരീക്ഷാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. കുടിവെള്ള സ്രോതസ്സുകൾക്കും തണുത്ത കാലാവസ്ഥയ്ക്കും പേരുകേട്ട മസാഫി ഈ പർവ്വത താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വേനൽക്കാലത്ത് അറേബ്യൻ ഉൾക്കടലിൽ നിന്നും ഒമാൻ കടലിൽ നിന്നും ഉയർന്നു വരുന്ന ഈർപ്പമുള്ള കാറ്റ് ഈ പർവ്വത നിരകളിൽ തട്ടി ഉയരുമ്പോൾ അത് പ്രദേശത്തെ കാലാവസ്ഥയെ പെട്ടെന്ന് മാറ്റിയെഴുതുന്നു. കടലിൽ നിന്നുള്ള ഈർപ്പമുള്ള കാറ്റും മരുഭൂമിയിലെ കടുത്ത ചൂടും പർവ്വത നിരകളുടെ ഉയരവും ഒത്തുചേരുമ്പോൾ ഹജാർ മേഖലയിൽ വേനൽക്കാലത്ത് മഴയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു. പർവ്വത നിരകൾക്കിടയിലെ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ സാധാരണ താപനിലയേക്കാൾ കുറവ് രേഖപ്പെടുത്താറുണ്ടെങ്കിലും വേനൽക്കാലത്തുണ്ടാകുന്ന ഇത്തരം പെട്ടെന്നുള്ള മഴകൾ പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. വേനൽക്കാലത്ത് മസാഫിയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന ഈ കനത്ത മഴയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കൺവെക്റ്റീവ് ക്ലൗഡ്സ് അഥവാ സംവഹന മേഘങ്ങളാണ്. കടുത്ത വേനലിൽ പർവ്വതങ്ങളിലെ കരിമ്പാറകൾ ശക്തമായി ചൂടാകുമ്പോൾ അവയ്ക്ക് മുകളിലുള്ള വായു പെട്ടെന്ന് ചൂടായി ഭാരം കുറഞ്ഞ് മുകളിലേക്ക് അതിവേഗത്തിൽ ഉയരുന്നു. ഈ പ്രതിഭാസത്തെ തെർമൽ കൺവെക്ഷൻ എന്ന് വിളിക്കുന്നു. ഉയർന്ന അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ഈ ചൂടുവായു അവിടെയുള്ള തണുത്ത അന്തരീക്ഷവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അതിവേഗം സാന്ദ്രീകരിക്കപ്പെടുകയും കൂറ്റൻ കുമുലോനിംബസ് മേഘരൂപീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരം മേഘങ്ങളുടെ ഉള്ളിൽ ശക്തമായ വായു പ്രവാഹങ്ങൾ അഥവാ അപ്ഡ്രാഫ്റ്റുകൾ നിലനിൽക്കുന്നുണ്ട്. മേഘത്തിനുള്ളിലെ ജലത്തുള്ളികളെ ഈ വായു പ്രവാഹം അന്തരീക്ഷത്തിന്റെ ഏറ്റവും തണുപ്പുള്ള ഉയർന്ന തട്ടുകളിലേക്ക് തള്ളിവിടുമ്പോൾ ആ ജലത്തുള്ളികൾ ഉറഞ്ഞ് കട്ടിയുള്ള ഐസ് കട്ടകളായി അഥവാ ആലിപ്പഴങ്ങളായി മാറുന്നു. ഇവയുടെ ഭാരം വർദ്ധിക്കുകയും മേഘത്തിനുള്ളിലെ വായു പ്രവാഹത്തിന് താങ്ങാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ അവ താഴേക്ക് പതിക്കാൻ തുടങ്ങുന്നു. ഇതാണ് മസാഫിയിൽ കണ്ട ശക്തമായ ആലിപ്പഴ വർഷത്തിന് കാരണം.
സാധാരണയായി മരുഭൂമിയിൽ വേനൽക്കാലത്ത് ഇത്തരം ആലിപ്പഴ വീഴ്ച അപൂർവമാണെങ്കിലും പർവ്വത മേഖലകളിൽ ഇത് സ്വാഭാവികമായ ഒരു പ്രതിഭാസമാണ്. മലനിരകളിൽ പെയ്യുന്ന കനത്ത മഴ നിമിഷങ്ങൾക്കുള്ളിൽ താഴത്തെ താഴ്വരയിലേക്ക് കുതിച്ചെത്തുന്നു. വേനൽക്കാലത്ത് വറ്റിവരണ്ട് കല്ലും മണ്ണും നിറഞ്ഞു കിടക്കുന്ന വാദികൾ അഥവാ സ്വാഭാവിക മഴച്ചാലുകൾ കവിഞ്ഞൊഴുകാൻ മിനിറ്റുകൾ മാത്രം മതിയാകും. അൽ ദെയ്ദിലും സുഹൈലയിലും ഉണ്ടായ കനത്ത മഴയിൽ വാദികൾ കരകവിഞ്ഞൊഴുകിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാൽനട യാത്രക്കാർക്കും വാഹനമോടിക്കുന്നവർക്കും വലിയ ഭീഷണി ഉയർത്തുന്ന ഒന്നാണ് ഇത്തരം പെട്ടെന്നുള്ള മഴവെള്ള പാച്ചിലുകൾ. വർഷത്തിൽ ഭൂരിഭാഗം സമയവും വരണ്ടുണങ്ങി കിടക്കുന്നതിനാൽ ഈ ചാലുകളിലൂടെ പെട്ടെന്ന് വെള്ളം ഇരച്ചെത്തുന്നത് പലപ്പോഴും ആളുകൾ പ്രതീക്ഷിക്കാറില്ല. അതിവേഗത്തിൽ ഒഴുകിയെത്തുന്ന വെള്ളം റോഡുകളിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിലേക്കും പടരുന്നതോടെ ഗതാഗതം തടസ്സപ്പെടുകയും ജീവന് തന്നെ അപകടമുണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. തീവ്രമായ ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്ന് യുഎയിലെ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അഥവാ NCM, ഫിജേറ, ഗോർഫക്കാൻ, റാസൽ ഖൈമ തുടങ്ങിയ കിഴക്കൻ മേഖലകളിൽ യെല്ലോ, ഓറഞ്ച് അലേർട്ടുകൾ പുറപ്പെടുവിച്ചിരുന്നു. വേനൽക്കാലത്ത് രൂപപ്പെടുന്ന ഇത്തരം മേഘങ്ങൾക്കൊപ്പം ശക്തമായ കാറ്റും പൊടിപടലങ്ങളും ഉയരാൻ സാധ്യതയുള്ളതിനാൽ ദൃശ്യപരത വളരെ കുറയാനിടയുണ്ട്. ചിലയിടങ്ങളിൽ മണിക്കൂറിൽ 45 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. റോഡുകളിൽ വാഹനമോടിക്കുന്നവർ വേഗത കുറയ്ക്കണമെന്നും വാദികൾക്കും വെള്ളക്കെട്ടുകൾക്കും സമീപത്തേക്ക് പോകരുതെന്നും അധികൃതർ കർശനമായി നിർദ്ദേശിക്കുന്നു. മിന്നലും ഇടിമിന്നലുമുള്ള സമയങ്ങളിൽ തുറസായ സ്ഥലങ്ങളിലോ ഉയർന്ന പ്രദേശങ്ങളിലോ നിൽക്കുന്നത് ഒഴിവാക്കണമെന്നും കാറ്റിൽ തകർന്നു വീഴാൻ സാധ്യതയുള്ള താൽക്കാലിക നിർമ്മാണങ്ങളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണമെന്നും സുരക്ഷാ ഏജൻസികൾ ഓർമ്മിപ്പിക്കുന്നു. തീരദേശ മേഖലകളിൽ രാത്രികാലങ്ങളിലും പുലർച്ചെയും ഈർപ്പമുള്ള അന്തരീക്ഷവും മൂടൽമഞ്ഞും ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും കടൽ ശാന്തമായിരിക്കുമെന്നാണ് പ്രവചനം. യുഎയിലെ കാലാവസ്ഥ എന്നാൽ കേവലം മരുഭൂമിയും കടുത്ത ചൂടും മാത്രമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഇത്തരം അനുഭവങ്ങൾ. ഭൂപ്രകൃതിയിലെ വൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഒരു രാജ്യത്ത് ഒരു വശത്ത് വേനൽ ചൂട് കൊടുമുടിയിൽ നിൽക്കുമ്പോൾ തൊട്ടടുത്ത വശത്ത് മഞ്ഞുകട്ടകൾ വീഴുന്ന കാഴ്ച പ്രകൃതിയുടെ അത്ഭുതകരമായ സന്തുലിതാവസ്ഥയാണ് കാണിക്കുന്നത്. വേനൽക്കാലത്തിന്റെ പകുതിയോടെ പർവ്വത മേഖലകളിൽ രൂപപ്പെടുന്ന ഇത്തരം മഴകൾ വരാനിരിക്കുന്ന ദിവസങ്ങളിലും തുടരാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ കണക്കാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളും പ്രാദേശിക അന്തരീക്ഷ സമ്മർദ്ദങ്ങളും കാരണം വരും ദിവസങ്ങളിലും ഇത്തരം കൺവെക്റ്റീവ് മഴകളുടെ തീവ്രത വർദ്ധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഔദ്യോഗിക കാലാവസ്ഥാ അറിയിപ്പുകൾ കൃത്യമായി പിന്തുടരുകയും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും യാത്രക്കാരന്റെയും ഉത്തരവാദിത്തമാണ്. പ്രകൃതിയുടെ ഈ വിസ്മയ കാഴ്ചകളെ സുരക്ഷിതമായി നോക്കിക്കാണുന്നതിനൊപ്പം തന്നെ അതിലടങ്ങിയിരിക്കുന്ന അപകടങ്ങളെയും ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. അറബ് ലോകത്തെ വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ മികച്ച കാഴ്ചകളും വിശേഷങ്ങളുമായി അക്കരയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.